യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള താരമാണ് 23-കാരനായ എർലിംഗ് ഹാളണ്ട്. കഴിഞ്ഞ സീസണിൽ ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്നാണ് ഹാളണ്ടിനെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത്. ഗോൾ വർഷത്തോടെ ആദ്യ സീസണിൽ തന്നെ ഹാളണ്ട് സിറ്റിയെ ഹാട്രിക് കിരീടത്തിലേക്ക് നയിച്ചു. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ടോപ്പ് സ്കോററായിരുന്നു ഹാളണ്ട്. ഇപ്പോഴത്തെ ഹാളണ്ടിനെ സ്വന്തമാക്കാൻ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. സ്പാനിഷ് മാധ്യമം AS ആണ് റയലിൻ്റെ നീക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2027 വരെ സിറ്റിയുമായി കരാറുള്ള ഹാളണ്ടിനെ 10 വർഷത്തേക്കെങ്കിലും ടീമിൽ നിലനിർത്താനാണ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരുടെ ശ്രമം. കരാർ നീട്ടാനുള്ള സിറ്റിയുടെ നീക്കത്തോട് അനുകൂലമായല്ല ഹാളണ്ടിൻ്റെ ഏജന്റ് റഫേല പിമെൻ്റ പ്രതികരിച്ചിരിക്കുന്നത്. ബൊറൂസിയയിൽ നിന്ന് ഹാളണ്ടിനെ സിറ്റിയിലെത്തിച്ചത് റഫേല പിമെൻ്റയായിരുന്നു. 2027 വരെ കരാറുണ്ടെങ്കിലും 2024-ൽ ഹാളണ്ടിന് മറ്റ് ക്ലബ്ബുകളുടെ ഓഫറുകൾ സ്വീകരിക്കാമെന്ന ഉപാധിയോടെയാണ് റഫേല പിമെൻ്റ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഉപാധി ഉപയോഗിച്ച് ഹാളണ്ടിനെ സ്വന്തമാക്കുകയാണ് റയലിൻ്റെ ലക്ഷ്യം. റയലിൽ കളിക്കുക ഹാളണ്ടിൻ്റെയും ആഗ്രഹമാണ്. ഇതോടെ കാര്യങ്ങൾ എളുപ്പമാവുമെന്നാണ് റയലിൻ്റെ പ്രതീക്ഷ. ഹാളണ്ടിൻ്റെ റിലീസ് ക്ലോസായി സിറ്റി എത്ര തുക ആവശ്യപ്പെടുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഇതോടൊപ്പം ഹാളണ്ടും എംബാപ്പയും ഒരുമിച്ച് വന്നാൽ ലാലിഗയിലെ സാലറി ക്യാപ്പ് റയൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും പ്രധാനമാണ്. 2 വമ്പൻ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താമെങ്കിലും റയലിന് നിലവിലെ സ്ക്വാഡിലെ ചില താരങ്ങളെ ഒഴിവാക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് സ്പാനിഷ് റേഡിയോ കദേന സെറിൻ്റെ റിപ്പോർട്ടർ ഹൊസേ ഡെൽഗാഡോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.